ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ മൂവി ഉടനെ റിലീസ് ഉണ്ടാവും. നൈറ്റ് കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്ത സാധനം മഴ കാരണം നമുക്ക് നൈറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് ഡേ ഫോർ നൈറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഡേ ഫോർ നൈറ്റ് വെച്ചാൽ അത് അറൌണ്ട് 40 മിനിറ്റ്സ് ഫോറസ്റ്റ് ഏരിയയിലായിട്ട് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഹാപ്പിയാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡ് ചെയ്തിട്ടാണെങ്കിലും പരിപാടി വർക്കായിട്ടും. പിന്നെ സെക്കൻഡ് ക്യാമറ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തൊരു ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞ മൂവി അടുത്ത റിലീസിനായിട്ട് നിൽക്കുകയാണ്. ടർക്കിഷ് തർക്കത്തിൻ്റെ ത്രൂ ഔട്ട് ഒരു 3-4 ഫൈറ്റ്സോളം ഉണ്ട്. അത് സെക്കൻഡ് ക്യാമറ ഫുള്ള് ഷോൾഡർ പാഡിലാണ് ക്യാമറ. ഫുള്ളി എക്യുപ്പേർഡ് ആയിട്ടുള്ള പരിപാടി ആയിരുന്നില്ല, എല്ലാം റോ ഫൈറ്റ്സാണ്. അപ്പോൾ അത് കുറച്ച് റിസ്കി ഫാക്ടേഴ്സ് പരിപാടിയൊക്കെ ആയിരുന്നു. ആക്ച്വലി ഞാൻ സ്കൂളിംഗ് ടൈം തൊട്ട് മീഡിയ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടി, അതാണ് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ ആക്ച്വലി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ന്യൂസ് പേപ്പറിൽ നിയോ ഫിലിം സ്കൂളിനെ കുറിച്ച് ആഡ് കണ്ടതും. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി നിയോയിൽ എത്തിയത്. കോണ്ടാക്ട്സ് ആണ് മെയിൻ. എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എൻ്റെ സീനിയേഴ്സ് എല്ലാം, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം സീനിയേഴ്സ് ആയിരുന്നു ഇവിടുത്തെ. ആ ഒരു കോണ്ടാക്ട് വെച്ചിട്ടാണ് ഞാൻ ആ മൂവിയിലേക്ക് എൻ്റർ ചെയ്തത്. അതാണ് മെയിൻ നിയോ കൊണ്ടുള്ളൊരു കോണ്ടാക്ട്സ് ആണ് ബെനിഫിറ്റ്. നിയോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ വരുന്ന സീനിയേഴ്സ് ആണെങ്കിൽ കൂടിയും ആ രീതിയിൽ അത് മാക്സിമം കോണ്ടാക്ട് യൂസ് ചെയ്യാമെന്നല്ലാതെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്